ട്രെയിൻ പാസിംഗ് ഒക്കെ ഒരു ഏരിയ ഉണ്ട്. അത് വല്ലാത്തൊരു ഫീൽ. കാക്കപ്പൂ പൂത്തിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. നമ്മുടെ കണ്ണൂരിന്റെ ഒരു അഭിമാനം തന്നെയാണ്. നീലവസന്തം പോലെ കാക്കപ്പൂക്കൾ, പൂതേടിയെത്തുന്ന സഞ്ചാരികൾ, മണ്ണും മനസ്സും കുളിരണിയിക്കുന്ന ചാറ്റൽ മഴ, ഇങ്ങനെ നീലപ്പൂപ്പാടമായ മാടായിപ്പാറ ഇപ്പോൾ സുന്ദര സ്വപ്നം പോലെ മനോഹരമാണ്. ഞാൻ ഈ ആഴ്ച മാടായിപ്പാറയ്ക്ക് എന്താ കാരണം പറയാ, മറ്റേ സ്റ്റാറ്റസ് ഉണ്ടല്ലോ നീ ആ കാക്കപ്പൂവിന്റെ ബ്ലൂ ആയിട്ട് എന്ത് ഭംഗിയാന്ന് പറയാം. ലാവൻഡർ കളറിൽ നമുക്ക് പല രീതിയിൽ മാടായിപ്പാറനെ കാണാൻ പറ്റും. നമുക്ക് വേനൽക്കാലത്താണെങ്കിൽ ഗോൾഡ് നിറത്തിലുള്ള നമുക്ക് മരങ്ങൾ ഇത് ചെടികളെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. പുറമേലുള്ള നാട്ടിൽ നിന്ന് ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ നിന്ന് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കോളേജിന്റെ ബാക്കിൽ പോവുകയാണെങ്കിൽ നമ്മളന്ന് ട്രെയിൻ പാസിംഗ് ഒക്കെ ഒരു ഏരിയ ഉണ്ട്. അത് വല്ലാത്തൊരു ഫീലാണ്. പിന്നെ ഇതുപോലെ കുറച്ച് ജൂതക്കുളം അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ ഈ അടുത്തൊരു സംഭവം കണ്ടില്ല നമ്മള്, ചെറിയൊരു ഗുഹ പോലുള്ള ഒരു സംഭവങ്ങൾ മാടക്കാവിന്. പിന്നെ ആ ഒരു സമയത്ത് പൂരം നടക്കല്ലോ ഇവിടെ, അത് ഭയങ്കര റഷായിരിക്കും ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു കർണാടക മന്ത്രിമാരൊക്കെ വരുന്ന അമ്പലങ്ങളും മാടക്കാവിലെ അമ്പലങ്ങളും സാധനങ്ങളും വരുന്നതാണ്. മഴ എത്തിയതോടെയാണ് മാടായിപ്പാറ പച്ച പുതച്ചത്. ജൂലൈ മാസത്തിൽ കാക്കപ്പൂവിൻ മേല പണിഞ്ഞു. ഇതോടെ വണ്ടിനെ പോലെ വസന്തത്തിന് തേന്നുകരാൻ സഞ്ചാരികളും എത്തി. നമ്മൾ ഇതിനു മുൻപേ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇന്നിപ്പം കാക്കപ്പൂ നല്ല രീതിയിൽ പോത്തിട്ടുണ്ട്. വരുമ്പോൾ നമ്മൾ വരുന്ന സമയത്തിന് ഒരുപാട് ആൾക്കാരുടെ കണ്ടുവരുന്നു. അത്രയും ആൾക്കാർ പല ഭാഗത്തു നിന്നും ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു ഇതാണ്. ഇതിനു മുൻപേ ഇവിടെ മാടായിക്കാവിൽ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇത് കാക്കപ്പൂ പോത്തിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഭാവിയിലേക്ക് ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ മാടായിപ്പാറ. പാറ നീലപ്പൂ, കൃഷ്ണപ്പൂ, തുമ്പപ്പൂ എന്നിവയും ഇവിടെ സുഗന്ധം പരത്തുന്നു. ഇരപിടിയൻ സസ്യം, മുക്കുറ്റി തുടങ്ങി 300ഓളം വൈവിധ്യമാർന്ന സസ്യങ്ങളുടെ കലവറയുമാണ് ഇവിടം. ജൈവവൈവിധ്യം ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാടായിപ്പാറ. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. ഇവിടെ പ്ലാസ്റ്റിക് നിരോധനം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്ന പ്ലേസാണ്. മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാക്കപ്പൂള് കൂടുതൽ നിറഞ്ഞിരിക്കാൻ കാണാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും മാടായിക്കാവ് അതുപോലെ വടുകുന്ന ക്ഷേത്രവും നിറഞ്ഞിരിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ കൂടിയാണ് ഈ മാടായിപ്പാറ. നമ്മുടെ കണ്ണൂരിന്റെ ഒരു അഭിമാനം തന്നെയാണ്. മഴ മാറി വേനലായാൽ മാടായിപ്പാറയിൽ കാരിപ്പുല്ല് നിറയും. ഒടുവിൽ കരിമ്പാറകൾ മാത്രമാകും. പിന്നെ പാറകളുടെയും പ്രകൃതി സ്നേഹികളുടെയും കാത്തിരിപ്പാണ് മറ്റൊരു പൂക്കാലത്തിന്റെ വരവിനായി.